തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് തസ്മിത് തംസ് എന്ന 13-കാരിയെ കാണാതായിട്ട് 25 മണിക്കൂർ പിന്നിടുകയാണ്. പെൺകുട്ടി കന്യാകുമാരിയിലെത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:25 ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടി കന്യാകുമാരിയിൽ എത്തി എന്നാണ് സൂചന. എന്നാൽ ഇന്ന് പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയെ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുമുണ്ട്. CCTVകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. റെയിൽവേ സ്റ്റേഷനും ബീച്ചും ലോഡ്ജുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പുരോഗമിക്കുന്നു. യാത്രയിൽ കുട്ടി നിർത്താതെ കരഞ്ഞെന്ന് ട്രെയിനിൽ നിന്നും കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത 24നോട് പറഞ്ഞു. ആ വിവരമാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായതും. അജീഷ് ജയകുമാർ കന്യാകുമാരിയിൽ നിന്ന് ചേർന്നുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ. അജീഷ്, ഈ 5:30 കുട്ടിയെ തീവണ്ടി സ്റ്റേഷന് മുന്നിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് സംഘം കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ. അയാൾ എന്തൊക്കെ വിവരങ്ങൾ നൽകി എന്ന കാര്യം അറിയാൻ കഴിയുന്നുണ്ടോ? ഇത് ഈ കുട്ടി തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? വേണു, എന്തായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും ഒപ്പം തന്നെ ഈ ബബിത എടുത്ത ഒരു ചിത്രവുമാണ് പോലീസിൽ ഈ തെരച്ചിലിൽ കിട്ടിയ ഏക തുമ്പ്. ഈ ചിത്രം പരിശോധിച്ചതിൽ നിന്നാണ്, ഈ ബബിതയുടെ മൊഴിയിൽ നിന്നാണ് ഈ പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായത്. കന്യാകുമാരിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ 5:30 ഈ കുട്ടിയെ പുറത്തേക്ക്, അതായത് ബീച്ചിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ബീച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നതായിട്ട് കണ്ടതായി ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത്. അതിനുശേഷം ഈ ബീച്ചിന്റെ ആ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ഇരുഭാഗത്തും കടകളുണ്ട്. ഈ ഇരുഭാഗത്തുള്ള കടകളിലും തമിഴ്നാട് പോലീസും കേരള പോലീസും ഈ കുട്ടിയുടെ ചിത്രം കാണിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് കടകൾ തുറന്നിരിക്കുന്ന ആയിരുന്നില്ല. വളരെ കുറച്ച് കടകൾ മാത്രമാണ് ആ സമയത്ത് തുറന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണവും വിഫലമായി. അതുകൊണ്ടും ഒരു തുമ്പും കിട്ടിയില്ല. അതിനുശേഷം പോലീസ് ഈ ബീച്ചിന്റെ ഭാഗത്ത് 2 ഭാഗമുണ്ട്, അതായത് പ്രധാനപ്പെട്ട ബീച്ചുണ്ട്, ഇതിനിപ്പുറത്ത് ഈ ബേബി ബീച്ച് എന്ന് പറയുന്ന ഈ സൺസെറ്റ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ഭാഗത്തും പോലീസ് ഇവിടുത്തെ കടകളിലും മറ്റും ഈ തെരുവ് കച്ചവടം നടത്തുന്ന തെരുവ് കച്ചവടം നടത്തുന്നവർ കിട്ടിയ ആ കച്ചവടം നടത്തുന്ന ആ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെയായിരിക്കും അവരൊക്കെ കിടക്കുന്നത്. ഒരു കുടിൽ കെട്ടി അങ്ങനെ കിടക്കുന്നവരുടെയൊക്കെ വിളിച്ച് ചോദിച്ചു, ഈ ഫോട്ടോ കാണിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അവരാരും തന്നെ ഈ കുട്ടിയെ കണ്ടിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ ശ്രമം എന്ന് പറയുന്നത്, ഇന്നലെ വൈകിട്ട് 3:25 ഐലൻഡ് എക്സ്പ്രസിൽ വന്നിറങ്ങിയെന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് പുലർച്ചെ വരെ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തം. അതുകൊണ്ട് ഈ പെൺകുട്ടി പുലർച്ചെ വരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങിയോ അതോ മറ്റെവിടെയെങ്കിലും പോയതിനു ശേഷം വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഈ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോയോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. അതിനെ തുടർന്നാണ് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ ഈ CCTVയുടെ കൺട്രോൾ റൂമിൽ ഈ 10-30 CCTVയിലുള്ള വിഷ്വലുകൾ പരിശോധിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്നേരമായിട്ടും ഈ വിഷ്വലുകളിൽ ഒന്നും പെൺകുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. പോലീസിന് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആ ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ പെൺകുട്ടിയുടെ സഞ്ചാരപാത പറ്റുകയുള്ളൂ. അതായത് ഇന്നലെ വൈകിട്ട് 3:25 ഇവിടെ എത്തിയ പെൺകുട്ടി ഇവിടെ തങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം പുറത്തേക്ക് പോയ വഴി ഈ ബീച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ കടകളിലും മറ്റും CCTVകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സഞ്ചാരപാത മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടവഴികളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും വലിയ ഹോട്ടലുകളും മറ്റുമുണ്ട്. ആ ഹോട്ടലുകളിലൊക്കെ CCTV ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്. അങ്ങനെ വലിയ ഒരു നഗരമാണ്. അവിടെയൊക്കെ പല കരുതേണ്ടത്, ഈ കുട്ടി കന്യാകുമാരി തീവണ്ടി സ്റ്റേഷനിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളില്ല. അതുപോലെ തന്നെ ഈ ഓട്ടോ ഡ്രൈവർ അല്ലാതെ മറ്റാരും കണ്ടിട്ടുമില്ല. ഈ ഓട്ടോ ഡ്രൈവർ പറയുന്ന ഒരൊറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം ഉൾപ്പെടെ അനുമാനിക്കുന്നത് എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും വേണു, അങ്ങനെ മാത്രം ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. അല്ലാതെ CCTVയിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനകത്തുള്ള CCTVയിൽ നിന്നോ പുറത്തുള്ള CCTVയിൽ നിന്നോ മറ്റാരെങ്കിലും കണ്ടതായിട്ടുള്ള ഒരു വിവരവും പോലീസിന് കിട്ടുന്നില്ല. പോലീസ് ഇപ്പോഴും പോലീസിനെ കുഴപ്പിക്കുന്നത് ഈ പെൺകുട്ടി ഇവിടെ വന്നു പോയിട്ടുണ്ടെന്ന് പോലും പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം തിരുവനന്തപുരം വിട്ടുകഴിഞ്ഞാൽ തന്നെ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ ഇങ്ങോട്ടുണ്ട്. നെയ്യാറ്റിൻകരയുണ്ട്, ബലരാമപുരമുണ്ട്, പാറശാല, കളിയിക്കാവിള, തക്കലയൊക്കെ, നാഗർകോവിലൊക്കെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോപ്പുകളുള്ളതാണ് ഈ ട്രെയിനിന്. അതുകൊണ്ട് ഇതിനെവിടെയെങ്കിലും പെൺകുട്ടി ഇറങ്ങിയോ എന്ന് പോലും പോലീസിന് ഇപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടു എന്നുള്ളൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് ഇപ്പോൾ ഈ ഭാഗത്ത് അന്വേഷണം നടത്തുന്നത്. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നും നടന്നു പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ കന്യാകുമാരിയുടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത്. രാവിലെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ പോലീസ് അന്വേഷിക്കാൻ പോയിരുന്നു. പക്ഷേ അവിടെയൊന്നും കുട്ടിയെ കണ്ടവരില്ല. അവിടുത്തെ CCTVയിലും കുട്ടിയുടെ ദൃശ്യങ്ങളില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു. അവിടെയൊന്നും
കുട്ടിയെ കണ്ടവരില്ല. അജീഷ്, 7 പക്ഷേ ഈ പേരാണ്, ഐലൻഡ് 7 എക്സ്പ്രസ് എത്തുന്നത് 3:25 കുട്ടി കന്യാകുമാരി തീവണ്ടി സ്റ്റേഷനിൽ ഇറങ്ങിയെന്ന് തന്നെ കരുതിയാൽ പോലും ഈ ഓട്ടോ ഡ്രൈവർ കാണുന്നത് പുലർച്ചെ 5 മണിക്ക് ശേഷമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം ഈ കുട്ടി എവിടെയായിരുന്നു എന്ന കാര്യത്തെപ്പറ്റി പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ പോലീസ് ആ ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? നിലവിൽ ഇതാണ് പോലീസിനെ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു പ്രശ്നം. കാരണം ഇന്നലെ വൈകിട്ട് ഇറങ്ങിയ കുട്ടി ഇന്ന് പുലർച്ചെ വരെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പോലീസിന് ഒരു ഉത്തരവും ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഈ CCTV-കൾ വ്യാപകമായി പോലീസ് പരിശോധിക്കുന്നത്. പക്ഷേ ഇത്ര നേരം CCTV പരിശോധിച്ചിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്നത്. കാരണം ഒരു വിവരവുമില്ല. ഈ പെൺകുട്ടിയെ കണ്ട ഒരൊറ്റൊരാളുടെ മൊഴി മാത്രമേ ഉള്ളൂ. ഇതിന് പുറത്തേക്ക് ഈ സാധാരണ റെയിൽവേ സ്റ്റേഷന് പുറത്ത് എപ്പോഴും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ 4-5 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ 24 മണിക്കൂറും ഉണ്ടായിരിക്കുന്നതാണ്. അവരോടൊക്കെ ചോദിച്ചപ്പോൾ അതിലൊരൊറ്റാൾ മാത്രമാണ് ഈ പെൺകുട്ടിയെ കണ്ടതായിട്ട് പറയുന്നത്. അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 10-50 മീറ്ററോളം ഉണ്ട് മെയിൻ റോഡിലേക്ക്. ഈ ഭാഗത്തേക്കൊക്കെ ഒരുപാട് കടകളുള്ളതാണ്. പക്ഷേ ഈ പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ഈ ഭൂരിഭാഗം കടകളും തുറന്നിട്ടുണ്ടാകില്ല. തുറന്നിട്ടുള്ള ചില കടകളിലൊക്കെ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. ആ കടകളിലൊക്കെ തന്നെ പോലീസ് ഈ ഫോട്ടോയുമായി. ശരി, അജീഷ് ജയകുമാറാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തറും ചേരുന്നു പുതിയ വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വേണു, ഇതുവരെയും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസിന് ഈ പെൺകുട്ടി എവിടെയാ അല്ലെങ്കിൽ ഈ പെൺകുട്ടി സഞ്ചരിച്ച പാതയടക്കമുള്ള കന്യാകുമാരിയിൽ പെൺകുട്ടി സഞ്ചരിച്ച പാത സംബന്ധിച്ച ഒരു വ്യക്തതയുമില്ല. ഇപ്പോൾ പോലീസ് ഒരു തുമ്പില്ലാതെ തപ്പുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പോലീസ് ഇപ്പോൾ ചെയ്യുന്ന വിവരം ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർ, നാട്ടുകാർ, മാത്രമല്ല ഇവിടെ പ്രാദേശികമായി പരിചയമുള്ളവർ, ഇവരുടെ സഹായത്തോടു കൂടി പോലീസ് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതല്ലാതെ ശാസ്ത്രീയമായി പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവിലേക്ക് കടക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം നമ്മൾ ഇനി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം സിറ്റി പോലീസിലെ DCP അദ്ദേഹം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ചില സ്പോട്ടുകൾ, അതായത് ഈ പെൺകുട്ടി എത്തിയെന്ന് മൊഴി നൽകിയ, അത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, മാത്രവുമല്ല ഒരു ടീ ഷോപ്പ് ഉടമയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കം മൊഴിയിൽ കുട്ടി സ്പോട്ട് ചെയ്ത ഭാഗത്ത് ഏതാണ്ട് 500 മീറ്റർ മുതൽ 700 മീറ്റർ വരെയുള്ള ഭാഗത്തേക്ക് വ്യാപകമായി തെരച്ചിൽ നടത്തുക. അവിടെ ഏതെങ്കിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ ഒഴിഞ്ഞ കടകൾ, അതടക്കമുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുക. അതാണ് പോലീസ് നമുക്ക് മുൻപിൽ ഒരു തരത്തിലും ആ പെൺകുട്ടിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിനെല്ലാം അപ്പുറത്തെ ഷഫീദ് തുടർന്നോളൂ, കേൾക്കാം. വേണു, അതടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുക, തിരച്ചിൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പോലീസിനെ സംബന്ധിച്ച് ചെയ്യാനില്ല. ഇപ്പോൾ പുറത്തേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനകത്തല്ലാതെ മറ്റൊരു CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടില്ല. തമിഴ്നാട് പോലീസ്, കന്യാകുമാരി പോലീസ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ളവരുടെ സർവൈലൻസ് ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിശോധിച്ചു എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ അത് നമുക്ക് യൂസ്ഫുള്ളായി മാറും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ രാവിലെ നമ്മൾ ഈ ലൈവ് നൽകുമ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരക്ക് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറിയിട്ടുണ്ട്. വലിയ തിരക്കിലേക്ക് കന്യാകുമാരി. ഓട്ടോ ഡ്രൈവറുടെ ഒറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായി മാറുന്നത്. നേരത്തെ നാം ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് തീവണ്ടി സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് പോയി. അതൊരു ദുർവ്യയമായി പോയി, സമയം അനാവശ്യമായി പോകുന്നതിന് തുല്യമായിരുന്നു അത്. ഇപ്പോൾ സമാനമായൊരു സാഹചര്യമാണോ ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ചും പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നത്? വേണു, പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ, അതായത് ഈ നിമിഷം അത് ഈ ഭവിത എന്ന് പറയപ്പെടുന്ന ആളുടെ മൊഴി, അത് മാത്രമാണ് വിശ്വസനീയമായി പോലീസിനൊരു സോഴ്സായി പോലീസിന് കരുതാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി കന്യാകുമാരി വരെ എത്തി എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. അതിനപ്പുറത്തേക്ക് പോലീസിനെ സംബന്ധിച്ച് മറ്റൊരു തെളിവും തിരുവനന്തപുരത്ത് നിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടി ട്രെയിനിൽ കയറി, ആ പെൺകുട്ടി നെയ്യാറ്റിൻകരയും പാറശാലയും നാഗർകോവിലും ഒക്കെ പിന്നിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രഡിക്ഷനാണ്, പോലീസിൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ കന്യാകുമാരി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. അവിടെ ആളുകൾ ഇപ്പോൾ തന്നെ വലിയ തിരക്കായി മാറിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിൻ്റെ സംഘം അവർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരും ഈ സമീപ പ്രദേശത്തെ ചില CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ
കേന്ദ്രീകരിച്ച് ചില പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവിടെയും നമുക്ക് എന്തെങ്കിലും റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇത് തമിഴ്നാട് പോലീസിൻ്റെ ഒരു വാഹനമാണ്. അങ്ങനെ രണ്ട് സംഘങ്ങളായി തമിഴ്നാട് പോലീസും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട്. വലിയ തിരക്കിലേക്ക് കന്യാകുമാരി മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിലേക്കുള്ള ഒരു അന്വേഷണ തന്ത്രം എന്നുള്ള കാര്യത്തിൽ കേരള പോലീസിന് ഇതുവരെയും അവിടെ നിന്ന്, അതായത് DCPയിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ കേരള പോലീസ് അവരുടെ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ ചില പ്രദേശങ്ങൾ, അതായത് പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ തമിഴ്നാട് പോലീസിൻ്റെ ഒരു സംഘം, അതേപോലെ തന്നെ കേരള പോലീസിൻ്റെ 2 സംഘങ്ങളായി തിരിഞ്ഞൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു റിസൾട്ടിലേക്ക് അത് പോകുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുന്ന അപ്ഡേറ്റഡ് വിവരം. പക്ഷേ മറ്റൊരു ആക്ഷൻ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അത് നമ്മൾ ഇത്തരം കടകളുണ്ട്, ഈ കടകളുടെയൊക്കെ CCTVകൾ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ CCTVകൾ ശേഖരിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ തമിഴ്നാട് പോലീസ് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. അതിന് കേരള പോലീസ് അവരോട് അഭ്യർത്ഥന നടത്തുകയും തമിഴ്നാട് പോലീസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിലും വ്യാപകമായ തിരച്ചിലാണ് നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ 2 സംഘമാണ് ഇപ്പോൾ അവിടെ കാര്യക്ഷമമായി ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇനിയിപ്പോൾ ഭാവി പരിപാടികൾ ആലോചിക്കുകയാണ്. തിരുവനന്തപുരം DCPയുടെ നിർദ്ദേശം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക.